ഹായ് ഓൾ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിക്കോട്ടെ, ഒരുപാട് ടെൻഷനിലാണ് ശരിക്കും അല്ലേ. മക്കളുടെ ഭാവി എന്താണ്, അവരെടുക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ അവരിനി മുന്നോട്ട് പോകുന്ന അവരുടെ ലൈഫിൽ ആ എടുക്കുന്ന തീരുമാനം എഫക്റ്റീവ് ആവുമോ, ഇതൊരു പ്രോമിസിങ് ഫ്യൂച്ചർ അവർക്ക് നൽകുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ ആയിരിക്കും ഈ ഒരു ടൈമിൽ മിക്ക പേരൻസും കടന്നു പോകുന്നത്. ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് പേഴ്സണലി, ഇപ്പോൾ ഞാനൊരു സൈക്കോളജി മേഖലയിലായതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് പേരൻസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും എന്നോട് ചോദിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് നല്ലൊരു കോഴ്സ് എന്ന് ചോദിക്കും. അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ വേർഡ് ഉത്തരമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഴ്സല്ല നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളതാണ്. അതിനാളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെന്നുള്ളൊരു വ്യക്തിക്ക് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ശോഭിക്കാനുള്ള കഴിവുള്ളത് എന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ കാര്യം എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ ഒരൊറ്റ കോഴ്സ് പേര് പറഞ്ഞിട്ട് ഓക്കെ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ പറഞ്ഞു പോവാം. ആദ്യത്തെ പാർട്ട് നിങ്ങൾ രക്ഷിതാക്കളോടാണ്, രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളോടുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ രക്ഷിതാക്കളോട് എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യുന്ന നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇന്ന കോഴ്സ് എടുത്തോ, ഇത് ആയിക്കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് ഓക്കെയാണ്, ഇന്ന ആൾ കണ്ടില്ലേ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത്, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആൾ ആ ഒരു കോഴ്സ് എടുത്തു, ആളുടെ ഒരു സ്കിൽസും ആളുടെ ഒരു കഴിവൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം ആൾ ആ പറയുന്നൊരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്, ഇപ്പോൾ നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ മാറുന്നത്. പക്ഷേ നമ്മുടെ മക്കളെ അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ആപ്റ്റാണോ, അല്ലെങ്കിൽ അവർ പഠിച്ചിറങ്ങാൻ എടുക്കുന്ന 2-3 വർഷം കഴിയുമ്പോഴത്തേനും അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ആ രീതിയിൽ നിങ്ങൾ അങ്ങനെ അവരെ ഒരു ഫോഴ്സ് ചെയ്തിട്ട് ഒരു കോഴ്സിലോട്ട് എത്തിക്കാതിരിക്കാൻ നോക്കണം. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളുടെ കരിയർ നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കാണരുത്. ഞാനിവനെ ഒരു എൻജിനീയർ ആക്കും, ഞാനിവനെ ഡോക്ടറാക്കും, അല്ലെങ്കിൽ ഇത്രയും നല്ല കോളേജിൽ തന്നെ പഠിച്ചിരിക്കണം, അതിന് നിനക്ക് അഡ്മിഷൻ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പോലും പണം കൊടുത്തിട്ടാണെങ്കിൽ നിനക്ക് അഡ്മിഷൻ ഞാൻ മേടിച്ചു തരും, നീ അവിടെ തന്നെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ഇന്ന ആൾക്കാർ മൊത്തം ഡോക്ടേഴ്സാണ്, ഇവരെല്ലാം എൻജിനീയേഴ്സാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും ടീച്ചേഴ്സാണ്, നീ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര വലിയൊരു കുറച്ചിലാവും, അത് ഭയങ്കര പ്രശ്നമാവും എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ഇല്ലാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് ബലിയാടാക്കേണ്ടതല്ല നിങ്ങളുടെ മക്കളുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ ഭാവിയോ എന്നുള്ളത്. ഇത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ്. ആ ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഡിഗ്രീസാണ് എല്ലാവർക്കും ഉള്ളത്. പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ള രീതിയിലാണുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും ആലോചിക്കും ഓക്കെ സയൻസാണ് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഇനി അതല്ല കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസാണ് എടുത്തിരുന്നെങ്കിൽ ഒന്നെങ്കിൽ BBA അല്ലെങ്കിൽ BCom. ഈ രീതിയിലാണ് മിക്ക കുട്ടികളും ചിന്തിക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സസ്. എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സസ്? ഈ പറയുന്ന BBA, BCom, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു കോഴ്സസാണ്. ഈ പറയുന്ന ട്രഡീഷണൽ കോഴ്സസിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് നിങ്ങളോട് ഓരോ ആൾക്കാരോടും ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയണത് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സസാണ്.
ഇതിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ മേഖലയിലും അതിൻ്റേതായ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളിലനുസരിച്ചിട്ടല്ല നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നംസ് വരും. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ കോഴ്സസ് എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്, അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണം, അതായത് ഒരു ഡിഗ്രി മസ്റ്റായിട്ട് വേണം എന്നുള്ളതാണ്. എന്നാൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ താല്പര്യം എന്നുള്ളത് കൂടി നോക്കണം. പല മേഖലകളുണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ BBA, BCom എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ BCA ഒക്കെ. ഇപ്പോൾ IT മേഖലയിൽ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ കൂടുതലും BCA കാര്യങ്ങളൊക്കെ എടുക്കും. എഞ്ചിനീയറിംഗ് അല്ലാതെ BCA എടുക്കാമെന്ന് വിചാരിക്കുക. അതിൽ വരുന്ന ആഡ് ഓൺ ആയിട്ടുള്ള സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് ഏതൊക്കെയാണ്? സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ്. ഇതൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് എത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് വിവരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വ്യക്തികൾക്കും ചിന്തിച്ച് അത് ഏതൊക്കെയായിരിക്കും ആക്റ്റ് ആവുമെന്ന് നോക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. ഇനി എൻജിനീയറിങ്ങിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഭവം, ഇപ്പോൾ എക്സാമ്പിൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലേ. മെക്കാട്രോണിക്സ്, ബയോടെക്നോളജി, പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഞാനൊക്കെ 2015 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ രീതി എന്ന് പറയുകയാണെങ്കിൽ അന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇലക്ട്രിക്കൽ കാർസൊക്കെ നമ്മൾ വരും എന്നൊക്കെ പറയുന്ന സമയത്തും ഇത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഫേസ്, അല്ലെങ്കിൽ സോളാറൊക്കെ ഇത്രയധികം ആൾക്കാർ എക്യുപ്ഡ് ആവുന്ന ഒരു രീതി, ഇതൊന്നും അന്ന് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പോൾ ഒരു 10 വർഷത്തിനപ്പുറം നോക്കുന്ന സമയത്ത് വളരെയധികം എല്ലാവരും അതിൽ എക്യുപ്ഡായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഗുണം വരുന്നത്? ആ ഒരു മേഖലയിലും ഈ സബായിട്ടുള്ള ഏരിയയിൽ ഇപ്പോൾ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ EV വെഹിക്കിൾസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഏരിയാസിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളിൽ വരുന്ന ജോലി സാധ്യതകൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുപോലെ മെക്കാനിക്കലിലാണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് ഓഫ് മെഷീൻസാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുക, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് അറിയുക, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഷിപ്പിൻ്റെ ഒക്കെ കാലിബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അവർ വെച്ചിരിക്കുന്ന ഓരോ മെഷീൻസിൻ്റെയും അതിൻ്റെയൊക്കെ കാലിബ്രേഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് ഒരുപാടുണ്ട്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇങ്ങനെയൊക്കെ വരുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, മെഡിക്കൽ ഫീൽഡിലും ഈ പറയുന്ന മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അതുപോലെ വരികയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ടല്ലേ മെഡിക്കൽ കോഡിങ് എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നൊക്കെ പറയുന്നത്. എന്താണ് സംഭവം? ഇപ്പോൾ ഡോക്ടർമാരെടുത്തിരുന്നുകൊണ്ട് അവർ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു രോഗിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡാറ്റ മാനേജ് ചെയ്യുന്നതും അവർക്ക് പ്രിസ്ക്രിപ്ഷനും അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഡോക്ടറെ അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ, ചിലപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാവും, അല്ലെങ്കിൽ റിമോട്ടായിട്ട് അത് ആക്സസ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹൈലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? ഇപ്പോൾ വീഡിയോഗ്രാഫി അതിലൊക്കെ, അല്ലെങ്കിൽ എഡിറ്റിംഗ് കാര്യങ്ങൾ അറിയുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ സാധ്യത? ഇപ്പോൾ പലരും പറയും, അപ്പോൾ ഇത്ര വലിയ കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് ഇന്ന ജോലി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നില്ല. എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, വലിയ കോഴ്സ് പഠിച്ചെന്ന് വെച്ചിട്ട് വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നോ, അല്ലെങ്കിൽ ചെറിയ കോഴ്സ് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്നോ ഇല്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓരോ ആൾക്കാരെ കഴിവിനനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളിലും ആ ഒരു ഡിഫറൻസ് വരുന്നതെന്നുള്ളത് ഓരോ ആൾക്കാരും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയെങ്കിൽ അതൊരു ചെറിയൊരു കോഴ്സാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ഡിഗ്രി കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷേ ആൾക്കത് ഭയങ്കര താല്പര്യമുണ്ട്. ആൾ അതിൽ ഉപരിപഠനത്തിൻ്റെ രീതിയിൽ യൂട്യൂബിൽ നോക്കി ഒരുപാട് ഫ്രീ കാര്യങ്ങൾ പഠിച്ചു, അതിനുശേഷം നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്കൊരാൾ വേണം. അപ്പോൾ ആൾക്ക് ഫ്രീലാൻസ് ആയിട്ട് സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ആൾക്ക് വൈഫൈയും കാര്യങ്ങളും നല്ലൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. ആൾക്ക് ആളുടെ ഒരു ടൈമിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ആൾക്കൊരു മന്ത്ലി ഏൺ ചെയ്യുന്നതിൻ്റെ പൊട്ടൻഷ്യൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോ ആൾക്കാരും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്തെന്ന് പറയാം. പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊരു മേഖലയിലാണ് നിങ്ങൾ ശോഭിക്കുക എന്നൊക്കെ അറിയുന്നത്. പക്ഷേ ഞാനൊരിക്കലും അത് ഏറ്റവും 100% ഓക്കെ ആണെന്നൊന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് പറയുമ്പോൾ അവരെ ഇൻസ്റ്റിങ്ക്റ്റ് ഫോളോ ചെയ്യാനാണ് പറയാറുള്ളത്. പക്ഷേ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മക്കളാണെങ്കിലും ശരി, അവരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഗ്ലാമറും ഇതൊക്കെ കണ്ടിട്ട് അവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബിലോട്ട് പെട്ടെന്ന് എങ്ങനെ കയറാം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് പഠിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഒറ്റയടിക്ക് നല്ലൊരു ജോലി സാധ്യതയുള്ള ജോബിലോട്ട് കയറാമെന്നൊക്കെയാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഏതൊരു മേഖലയിലും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന മണി അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കോഴ്സ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കും എന്താ പറയുക ഒരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വെൽ സെറ്റിൽഡ് ആവുന്ന രീതിയിൽ നല്ലൊരു ഹൈ ഇൻകം പേ ചെയ്യുന്ന ഒരു ജോബിലോട്ട് പ്ലേസ് ആവുന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല, ശരിയല്ലേ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ, നിങ്ങളെ കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ പറ്റുന്നോ അതിലിരിക്കും ഓരോ കാര്യങ്ങളും. ഇപ്പോൾ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് അടുത്തത് ഏത് ജോബിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. അവരെപ്പോഴും ആലോചിക്കുക ചിലപ്പോൾ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കയറാമെന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫെസിലിറ്റീസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെയാണ് അവർ ഏറ്റവും കൂടുതൽ എടുക്കുക. അവരെന്താണ് നോക്കുക? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ വലിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലേ, പല ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ അടിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പല ഏരിയാസിലായിട്ട്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻസ് ഉണ്ടായിരിക്കും, പ്ലംബേഴ്സ് ഉണ്ടായിരിക്കും, കാർപ്പൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, IT വിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും മാനേജ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസ് ടീം ഉണ്ടായിരിക്കും. അവരായിരിക്കും ഫെസിലിറ്റീസ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, ഫെസിലിറ്റീസ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, നമ്മളുടെ സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഒരു ഫെസിലിറ്റി എഞ്ചിനീയറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി കിട്ടിയ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട കോഴ്സുകൾ കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ അറിയേണ്ടിയിരിക്കും? ചിലപ്പോൾ ഒരു ജനറേറ്ററിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു മെയിൻ്റനൻസ് അറിയേണ്ട ആവശ്യമുണ്ടാകും, ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ്റനൻസ് അറിയേണ്ടായിരിക്കും, അതിൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന കാര്യങ്ങൾ അറിയേണ്ടായിരിക്കും, സേഫ്റ്റി പ്രിക്കോഷൻസ് എങ്ങനെയായിരിക്കും എന്ന് അറിയേണ്ടായിരിക്കും. ഒരു ഹൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വർക്ക് പെർമിറ്റ് എങ്ങനെ കൊടുക്കണം, ഇപ്പോൾ ഒരു എന്തായാലും ഒരു ഫയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് വെൽഡിങ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയായിരിക്കും ഒരു ഹോട്ട് വർക്ക് പെർമിറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോൾഡ് വർക്ക് പെർമിറ്റ്, ഇനി പറയുന്ന പെർമിറ്റുകളൊക്കെ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് നമ്മൾ മുൻകരുതലെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനു പറയുന്നു ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വലിയ ഓഫീസുകളിലൊക്കെയുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അതിൻ്റെ ഡേറ്റ് കഴിയാറായോ, അതിൻ്റെ അടുത്ത ഒരു റീഫില്ലിങ് എപ്പോഴാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇപ്പോൾ എനിക്കറിയുന്ന ഫീൽഡുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരാണെന്നേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊക്കെ ഡെല്ലിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്, ബാംഗ്ലൂർ ഡെൽ R&Dയിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല, ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ സബ് ബ്രാഞ്ചായിട്ട് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വളരെ ബേസിക്കായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, അതിൻ്റെ ഒപ്പം സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് ഏതാണോ ഒരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്, അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്കത് ജോലിയാണെന്ന് തോന്നാതെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് പറയും. ചിലവരൊക്കെ പറയും അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, ഹാർഡ് വർക്കാണ് ഒരു മെയിൻ കാര്യം എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബേൺ ഔട്ട് ആവും. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞു തരാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പല രീതിയിലുള്ള സ്കിൽസ് നോക്കണം, അനലിറ്റിക്കലായിട്ട്, ക്രിയേറ്റീവായിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള നിങ്ങളുടെ ഒരു തിങ്കിങ് ക്യാപ്പബിലിറ്റി ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ജോലി എടുക്കുക. ചിലതിനൊക്കെ സോഷ്യൽ സ്കിൽസ് വളരെയധികം വേണം. ഒരുപാട് പേരായിട്ട് ഇടപെടേണ്ട ആൾക്കാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതേ ആൾക്കാരോട് സംസാരിക്കാതെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്താവാൻ പറ്റില്ല, സെയിൽസ് ഫീൽഡിൽ വളരെയധികം ശോഭിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആൾക്ക് പല വ്യക്തികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോഴും സംസാരിക്കണം. അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് വിങ്ങിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു സിസ്റ്റം ഓറിയൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പല മേഖലയിലും പല ആൾക്കാരുടെയും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പല കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബേസിക് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രഡീഷണൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ കോഴ്സസ് ആയിട്ടുള്ള ഈ BBA BCom BCA എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ് എല്ലാം ഏത് തന്നെയാണെങ്കിലും ബേസിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആദ്യം മുതൽ തന്നെ ആഡ് ഓൺ കോഴ്സ്, സ്കിൽ ഓറിയൻറ്റഡ് ആഡ് ഓൺ കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി എടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുക. കാരണം നിങ്ങളെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഒരു ഡിഗ്രി കഴിഞ്ഞ് പിന്നെ വീണ്ടും അതിൻ്റെ വേറൊരു പഠനത്തിനോ അല്ലെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ടൈം കളയല്ല വേണ്ടത്. ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഫ്രീ ടൈമിൽ, നിങ്ങളെ വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ അവിടെ ഒരു അപ്പർച്യൂണിറ്റീസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഭയങ്കര വാല്യുബിൾ ആണ്. അത് റിയൽ ആയിട്ട് നിങ്ങൾ ആ പഠിച്ചുകൊണ്ട്, നിങ്ങളൊരു തിയറി ബേസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ നമ്മൾ ചിസിൽ ചെയ്യുന്നു, നമ്മളെ സ്കിൽസ് ഡെവലപ്പ് ആകാൻ നോക്കുന്നു, നമുക്ക് എന്തായാലും നമ്മളുടെ ഒരു കരിയറിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊന്നും അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒറ്റയടിക്ക് ഇന്ന സംഭവത്തിൽ ഇത്രയും ഒരു ഇൻകം കിട്ടുന്ന ഒരു ജോബാണ് എന്നുള്ള രീതി മാത്രം കണക്കിലെടുക്കാതെ നിങ്ങളെന്നുള്ള വ്യക്തിനെയും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ പല മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതിലൊരു കരിയർ കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്നാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ പേഴ്സണൽ കോൺടാക്റ്റ് നമ്പർ തരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരൻസിന് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് സ്വയം ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഒരു എക്സ്പേർട്ട് ഗൈഡൻസിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ.